ഹായ് ഹലോ, ഇന്നത്തെ ഒരു കുട്ടി ഹെയർ കെയർ വീഡിയോ ആണ്. നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഫ്ലാക്സ് സീഡ് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടുന്നത് ഫ്ലാക്സ് സീഡ് ജെല്ലും ആലോവേര ജെല്ലും മാത്രം മതി. അപ്പോൾ നമുക്ക് ആദ്യമേ ഫ്ലാക്സ് സീഡ് ജെല്ല് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രം എടുക്കുക. ആ പാത്രത്തിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് 2 സ്പൂൺ ഫ്ലാക്സ് സീഡ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ജെല്ല് പരുവൊക്കെ ആകുമ്പോഴത്തേനും അത് ഓഫ് ചെയ്യുക. എന്നിട്ടത് ചെറു ചൂടോടെ തന്നെ അരിച്ചെടുത്തിട്ട് ശകലം നേരം ഒന്ന് തണുപ്പിക്കാൻ വയ്ക്കുക. നമ്മൾ തലയിൽ തേക്കണമല്ലേ. എന്നിട്ട് അതിലേക്ക് അലോവേര, നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ഫ്രഷ് അലോവേര ആണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. അത് കിട്ടാനില്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന മണമില്ലാത്ത അലോവേര ജെല്ലുണ്ടല്ലോ, അത് നമുക്ക് ഉപയോഗിക്കാം. എന്നിട്ട് ഇപ്പോൾ വീട്ടിലുള്ള അലോവേര ആയതുകൊണ്ട് ഞാനിതൊന്ന് മിക്സിയിലൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് രണ്ടും കൂടെ നല്ലോണം മിക്സ് ചെയ്തിട്ട് സ്കാൽപ്പിലും മുടിയുടെ അറ്റം വരെയും നല്ലോണം തേച്ച് പിടിപ്പിക്കുക. ഇത് ചെയ്യുന്നതിന് മുന്നേ പല്ലകലമുള്ളൊരു ചീപ്പ് ഉപയോഗിച്ചിട്ട് നമ്മുടെ മുടിയുടെ ജടയെല്ലാം ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് 2-3 തുള്ളി നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഓയിലുണ്ടാവുമല്ലോ, അതൊന്ന് ജസ്റ്റ് ഒന്ന് തലയിൽ തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് അപ്ലൈ ചെയ്യാം. എന്നിട്ടൊരു അരമണിക്കൂർ നമുക്കിത് തലയിൽ പിടിക്കാനായിട്ട് വയ്ക്കാം. ഇതിൽ omega-3 ഫാറ്റി ആസിഡൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മുടിക്ക് നല്ല കണ്ടീഷനിങ് എഫക്റ്റ് കിട്ടും. പിന്നെ വിറ്റാമിൻ ഇ ഉള്ളതുകൊണ്ട് ഹെയർ ഗ്രോത്തും നല്ലോണം നടക്കും. നമ്മുടെ തലയിലുള്ള താരനും മറ്റ് കാര്യങ്ങളൊക്കെ നല്ലോണം പോവുകയൊക്കെ ചെയ്യും. മുടിയുടെ സ്പ്ലിറ്റ് എൻഡ്സ് കുറയ്ക്കും. പിന്നെ നമ്മുടെ ഹെൽത്തിനും വളരെ നല്ല. നമ്മൾ കഴിക്കുന്ന ഫുഡിലൊക്കെ ഈ ഫ്ലാക്സ് സീഡ് ചേർത്ത് കഴിഞ്ഞാൽ നല്ല, നമ്മൾ സാലഡിലോ സ്മൂത്തിയൊക്കെ ഉണ്ടാക്കുമ്പോഴോ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുമ്പോൾ അതിലൊക്കെ ശകലം പൊടിച്ച് ചേർത്താൽ ഏറ്റവും ബെസ്റ്റാണ്. പിന്നെ ഇത് വാങ്ങിക്കുമ്പോൾ നമ്മൾ ഹെയർ കെയറിനാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ വറക്കാത്തത് വാങ്ങിക്കുക. നമ്മൾ സാലഡിലോ അല്ല നമ്മുടെ ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്താനാണ് മേടിക്കുന്നതെങ്കിൽ നമ്മൾ റോസ്റ്റഡ് ആയിട്ടുള്ളത് വാങ്ങിക്കാൻ ശ്രമിക്കണേ. ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ.